കല്യാണശേഷം സൽക്കാരം കഴിഞ്ഞാൽ മാത്രമേ ചെക്കനും പെണ്ണും വേറൊരു വീട്ടിലേക്കോ എന്തിനു പറയണം ഹണിമൂണിന് പോലും പോകാൻ പാടുള്ളൂ എന്നാണൊരിത്. എന്താല്ലേ. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് മാമൻ്റെയും മാമീൻ്റെയും വീട്ടിലേക്ക് ചിലുനി വൈശാഖിനെയും വിരുന്നിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വിരുന്ന് എന്നൊക്കെ പറയുന്നത് നമ്മളെ ബന്ധുക്കളെ വീട്ടിലൊക്കെ പോകാനൊക്കെയുള്ള ഒരു സാഹചര്യം ഒരിക്കലായിരിക്കാം. അങ്ങനെ ഹെവി ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെക്കനെയും പെണ്ണിനെയും മാത്രം സൽക്കരിക്കുന്ന ഒരു ചടങ്ങിനെയാണ് വിരുന്ന് എന്ന് വിളിക്കുക. ഇതും എല്ലാ ജില്ലയിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ചെക്കനെയും പെണ്ണിനെയും വിളിക്കുന്ന കൂട്ടത്തിൽ മാമനും മാമിയും നമ്മുടെ അടുത്ത ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക്സ് ഫോർ ദാറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെവി ഫുഡായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഗീ റൈസും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് നല്ല ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എല്ലാവരും കൂടെ കളിയൊക്കെ ആയി. പിന്നെ വിഷുവിന് വന്ന പടക്കം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടെ പൊട്ടിച്ച് ഒരു തംഷരാജൊക്കെ കളിച്ച് ഐസ്ക്രീമും കഴിച്ചാണ് നമ്മൾ പിരിഞ്ഞത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ടാറ്റാ.